students, welcome back to our science class. Today we will study the 6th chapter of Standard 7 Science. The chapter is Physical and Chemical Change. Okay, this is your chapter 6, Physical and Chemical Change. Okay. First we are going to start with reading the chapter. Okay. Physical and chemical change. The changes can be of two types, physical and chemical change. അതായത് changes എന്ന് പറയുന്ന രണ്ട് രീതിയിലുള്ള changes ഉണ്ട്. First one is physical change and chemical change. Okay, physical change. There are two types of changes, physical change and chemical change. Example for physical change is cut a piece of paper. Okay. അതായത് can you see this? I cut this paper and there is no new substance is formed here, and obviously we cannot join this piece of paper. Okay, there are two pieces of paper and we cannot join this piece of paper, and in this stage there is no new substance is formed. അതായത് ഇതൊരു ഫിസിക്കൽ ചേഞ്ചിന് എക്സാമ്പിളാണ്. ഇവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും തന്നെ ഉണ്ടായില്ല. ഓക്കെ, പേപ്പർ അതേപോലെ തന്നെ ഉണ്ട്. സോ ദിസ് ഈസ് എ ഫിസിക്കൽ ചേഞ്ച്. ബട്ട് ഇൻ ദ കേസ് ഓഫ് ബേണിംഗ് ദ പേപ്പർ വി ഗെറ്റ് എ ന്യൂ സബ്സ്റ്റൻസ് ഈസ് കോൾഡ് ആഷ്. സോ ദിസ് ചേഞ്ച് ഈസ് കോൾഡ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പേപ്പർ ഇതിനെ നമ്മൾ കത്തിക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? ആഷ് കിട്ടും, അല്ലേ? ആഷ് എന്ന് പറയുന്നത് പേപ്പർ ആഷായിട്ട് മാറുന്ന അതൊരു കെമിക്കൽ ചേഞ്ചാണ്. പക്ഷെ നമ്മൾ ഈ പേപ്പർ കട്ട് ചെയ്തപ്പോൾ ഇവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടായില്ല. അതുകൊണ്ട് ഇത് ഫിസിക്കൽ ചേഞ്ചാണ്, അല്ലേ? പേപ്പർ കത്തുമ്പോൾ നടക്കുന്നത് ബേണിംഗ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് കെമിക്കൽ ചേഞ്ചാണ്. ആൻഡ് ടിയറിംഗ് ഓഫ് പേപ്പർ എന്ന് പറയുന്നത് എന്താണ്? ഫിസിക്കൽ ചേഞ്ചാണ്. ഓക്കെ, so physical change, cut a piece of paper and the piece acquire the shape of the piece. Cut a piece of paper and obviously you cannot join the pieces back to make the original piece. Okay, അതായത് നമ്മൾ പേപ്പർ കട്ട് ചെയ്യുന്ന അതൊരു ഫിസിക്കൽ ചേഞ്ചാണ്. നമുക്ക് ആ പേപ്പറിനെ എന്താണ് അതിൻ്റെ ഒറിജിനൽ സൈസിലോട്ട് മാറ്റാൻ പറ്റത്തില്ല. ഓക്കെ, ആൻഡ് ദ ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോപ്പർട്ടീസ് സച്ച് ആസ് ഷേപ്പ്, സൈസ്, കളർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ കോൾഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഫിസിക്കൽ പ്രോപ്പർട്ടീസ് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഷേപ്പ്, സൈസ്, കളർ ആൻഡ് സ്റ്റേറ്റ് ഓഫ് എ സബ്സ്റ്റൻസ് ആർ കോൾഡ് ഫിസിക്കൽ പ്രോപ്പർട്ടീസ്. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം ഫിസിക്കൽ പ്രോപ്പർട്ടി എന്നാണ് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച്, എ ചേഞ്ച് ഇൻ വിച്ച് എ substance undergoes a change in its physical property is called physical change. ഫിസിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ ഒരു സബ്സ്റ്റൻസിൻ്റെ ഫിസിക്കൽ പ്രോപ്പർട്ടിയിൽ മാറ്റം വരുന്ന ചേഞ്ചിനാണ് നമ്മൾ ഫിസിക്കൽ ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, ഫിസിക്കൽ ചേഞ്ച് ഈസ് റിവേഴ്സിബിൾ ആൻഡ് ഇൻ സച്ച് എ ചേഞ്ച് നോ ന്യൂ സബ്സ്റ്റൻസ് ഈസ് ഫോംഡ്. അതായത് ഞാൻ പേപ്പർ കട്ട് ചെയ്ത് കാണിച്ചതാണ്, അവിടെ നമുക്ക് പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടായില്ല, അല്ലേ? സോ it is a physical change. Physical change എന്ന് പറഞ്ഞാൽ the physical change in which a substance undergoes a change in its physical properties. അതായത് ഫിസിക്കൽ പ്രോപ്പർട്ടീസിൽ മാറ്റം വരുന്ന ചേഞ്ചാണ് ഫിസിക്കൽ ചേഞ്ച്. ആൻഡ് there is no new substance is formed. അവിടെ പുതിയ സബ്സ്റ്റൻസ് ഒന്നും ഉണ്ടാകുന്നില്ല. നെക്സ്റ്റ് ഈസ് കെമിക്കൽ ചേഞ്ച്. കെമിക്കൽ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ്? കെമിക്കൽ ചേഞ്ചിനൊരു എക്സാമ്പിളാണ് റസ്റ്റിംഗ് ഓഫ് അയൺ, അതായത് ഇരുമ്പ് തുരുമ്പിക്കുക. ഓക്കെ, റസ്റ്റിംഗ് ഓഫ് അയൺ ഇസ് എ കെമിക്കൽ ചേഞ്ച്.
If you leave a piece of iron in the open air for some time, it acquires a film of brownish substance. This substance is called rust. അതായത് നമ്മൾ കുറച്ച് നാൾ ഒരു ഇരുമ്പിൻ്റെ എന്തെങ്കിലും ഒരു വസ്തു എയറിൽ ഇങ്ങനെ തുറന്നു വെച്ചിരുന്നാൽ കുറച്ച് കഴിയുമ്പോഴത്തേന് ഇറ്റ് അക്വേഴ്സ് ഫിലിം ഓഫ് ബ്രൗണിഷ് സബ്സ്റ്റൻസ്, അതിൻ്റെ പുറത്തോടെ ഒരു കോട്ടിങ്, ബ്രൗൺ കളറിലെ ഒരു കോട്ടിങ് വരുന്നതാണ്. ഓക്കെ, ദിസ് സബ്സ്റ്റൻസ് ഈസ് കോൾഡ് റസ്റ്റ്. ഇതെന്താണ്? തുരുമ്പാണ് അല്ലേ. ദിസ് പ്രോസസ് ഈസ് കോൾഡ് റസ്റ്റിംഗ്. ഈ പ്രോസസ്സിന് പറയുന്ന പേരാണ് റസ്റ്റിംഗ്. ഓക്കെ, ഇത് ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ഈസ് take a small piece of thin strip or ribbon of magnesium. അതായത് മഗ്നീഷ്യത്തിൻ്റെ ഒരു സ്ട്രിപ്പ് അല്ലെങ്കിൽ മഗ്നീഷ്യം റിബൺ എടുക്കുക. എന്നിട്ട് ക്ലീൻ ഇറ്റ്സ് ടിപ്പ് വിത്ത്, ക്യാൻ യു സീ ദിസ്? ക്ലീൻ ഇറ്റ്സ് ടിപ്പ് വിത്ത് സാൻഡ് പേപ്പർ ആൻഡ് ബ്രിങ് ദ ടിപ്പ് നിയർ ദ ക്യാൻഡിൽ ഫ്ലെയിം. അതായത് മഗ്നീഷ്യത്തിൻ്റെ ഒരു സ്ട്രിപ്പ് എടുത്തിട്ട് അതിനെ സാൻഡ് പേപ്പർ ഇട്ട് നല്ലതായിട്ട് അതിൻ്റെ ടിപ്പ് ഒന്ന് ക്ലീൻ ചെയ്യുക. എന്നിട്ട് അതിനെ ഒരു ക്യാൻഡിൽ ലൈറ്റിൽ, ഒരു ക്യാൻഡിൽ ഫ്ലെയിമിൽ കത്തിക്കുക. ദ ടിപ്പ് നിയർ എ ക്യാൻഡിൽ ഫ്ലെയിം ഇറ്റ് ബേൺസ് വിത്ത് എ ബ്രില്യൻറ്റ് വൈറ്റ് കളർ. ക്യാൻ യു സീ ദിസ്? ദിസ് ഈസ് ബ്രില്യൻറ്റ് വൈറ്റ് കളർ. നല്ല വെള്ള കളറിൽ ഒരു ലൈറ്റോട് കൂടി ഈ മഗ്നീഷ്യം കത്തും. ഓക്കെ, ഇറ്റ് ബേൺസ് വിത്ത് എ ബ്രില്യൻറ്റ് വൈറ്റ് ലൈറ്റ്. ഓക്കെ, it completely burned, it leaves a powdery ash. അതായത് ഇത് കംപ്ലീറ്റ് ആയിട്ട് കത്തി കഴിയുമ്പോഴത്തേന് എന്തുണ്ടാകുന്നു? അവിടെ ആഷ് ഉണ്ടാകുന്നു. ഓക്കെ, ഈ ആഷ് എന്ന് പറയുന്നത് എന്താണ്? അതൊരു ന്യൂ പ്രോഡക്റ്റാണ്. ഞാൻ പറഞ്ഞു പേപ്പർ കത്തുമ്പോൾ ആഷ് ഉണ്ടാകുന്നു. അതും എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചാണ്. ആഷ് എന്ന് പറയുന്ന ഒരു ന്യൂ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതുകൊണ്ട് ഒരു കെമിക്കൽ ചേഞ്ചാണ്. ഓക്കെ, ലുക്ക് അറ്റ് ദ ബോർഡ്. ദെർ ഈസ് ആൻ ഇക്വേഷൻ. magnesium Mg. Magnesium is represented by Mg plus oxygen. അതായത് മഗ്നീഷ്യം ഓക്സിജനുമായിട്ട് ചേരുമ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റ് ആണ് മഗ്നീഷ്യം ഓക്സൈഡ്, MgO. ഓക്കെ, this is a chemical reaction. Magnesium plus oxygen is magnesium oxide. Okay. And next, then ash is mixed with a small amount of water, forms a new substance. എന്നിട്ട് ഈ മഗ്നീഷ്യത്തിൻ്റെ ആ ആഷ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. The magnesium oxide plus water. Look at the board. Magnesium oxide plus water. There is a new substance formed is magnesium hydroxide. Okay. Can you see this? The magnesium oxide. Here we get magnesium oxide. The magnesium oxide is mixed with the water. Magnesium oxide MgO plus water H2O. Water is represented by H2O and the product is magnesium hydroxide. That is MgOH2. Okay. Next is dissolve. Next reaction, next chemical reaction is activity 6.7. Can you see this? Dissolve about a teaspoon of copper sulfate. Copper sulfate is otherwise known as blue vitriol. In about a cup of water in a glass. അതായത് കോപ്പർ സൾഫേറ്റ് അതൊരു ഹാഫ് കപ്പ് വാട്ടറുമായിട്ട് മിക്സ് ചെയ്യുക. വാട്ടർ ഇൻ എ ഗ്ലാസ് ടംബ്ലർ. ഓക്കെ, ആഡ് എ ഫ്യൂ ഡ്രോപ്സ് ഓഫ് ഡൈല്യൂട്ട് സൾഫ്യൂരിക് ആസിഡ്. എന്നിട്ട് ഈ കോപ്പർ സൾഫേറ്റിലേക്ക് നമ്മൾ ഡൈല്യൂട്ട് ആയിട്ടുള്ള സൾഫ്യൂരിക് ആസിഡ് ഒഴിച്ചു കൊടുക്കുക. You should get a blue colored solution. Can you see this? This is blue colored solution.
Save a small sample of solution in a test tube or a small glass bottle. Drop nail or used shaving blade into the remaining solution. എന്നിട്ട് നമ്മൾ വേറൊരു ടെസ്റ്റ് ട്യൂബിലോ അല്ലെങ്കിൽ ഗ്ലാസ് ബോട്ടിലിനകത്തോ കുറച്ച് സൊല്യൂഷൻ എടുത്തിട്ട് അതിലേക്കൊരു ബ്ലേഡ് ഇടുക. ബ്ലേഡ് ഇടുമ്പോൾ വെയിറ്റ് ഫോർ ഹാഫ് ആൻ അവർ ഓർ സോ. ഒബ്സർവ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ. എന്നിട്ട് നിങ്ങൾ ഈ സൊല്യൂഷൻ എടുത്ത് ഇതിലേക്ക് ബ്ലേഡ് ഇടുമ്പോൾ എന്താണ് കിട്ടുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ കളർ ചേഞ്ച് എന്താണ് അവിടെ സംഭവിക്കുന്നതെന്ന് ഒബ്സർവ് ചെയ്യുക. ഡു യു സീ എനി ചേഞ്ച് ഇൻ ദ കളർ ഓഫ് ദ സൊല്യൂഷൻ? എന്തെങ്കിലും കളർ ചേഞ്ച് ഉണ്ടാകുന്നുണ്ടോ? ഡ്യൂ ടു എ റിയാക്ഷൻ ബിറ്റ്വീൻ കോപ്പർ സൾഫേറ്റ് ആൻഡ് അയൺ. കോപ്പർ സൾഫേറ്റും ഇതിലേക്കിട്ട അയൺ അല്ലേ, അയണും കൂടെ ചേരുമ്പോൾ ഇത് ചേഞ്ച് ഓഫ് ദ കളർ ഓഫ് ദ സൊല്യൂഷൻ ഫ്രം ബ്ലൂ ടു ഗ്രീൻ. അതായത് ഈ ബ്ലൂ സൊല്യൂഷൻ ഗ്രീൻ ആയിട്ട് മാറുന്നു. ഡ്യൂ ടു ദ ഫോർമേഷൻ ഓഫ് അയൺ സൾഫേറ്റ്. അതായത് അവിടെ എന്തുണ്ടാകുന്നു, കോപ്പർ സൾഫേറ്റ് മാറി നമ്മളിടുന്ന ഈ ബ്ലേഡ് എന്ന് പറയുന്ന അയൺ ആണ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് അയൺ സൾഫേറ്റ്. ആൻഡ് അയൺ സൾഫേറ്റ് ഈസ് എ ന്യൂ സബ്സ്റ്റൻസ്. ഓക്കെ. And next is next chemical reaction is take a teaspoon of vinegar in a test tube. അതായത് ഒരു ടെസ്റ്റ് ട്യൂബിനകത്തോട്ട് വിനെഗർ എടുക്കുക. ഇത് ഓരോന്നും ഓരോ കെമിക്കൽ റിയാക്ഷൻസാണ് കേട്ടോ. ആക്ടിവിറ്റി 6.8. Take a teaspoon of vinegar in a test tube. Add a pinch of baking soda to it. You would hear a hissing sound. See bubbles of a gas coming out. അതായത് നിങ്ങളൊരു ടെസ്റ്റ് ട്യൂബിനകത്ത് വിനെഗർ എടുക്കുക, അതിലേക്ക് ബേക്കിംഗ് സോഡ ഇടുക. അപ്പോൾ നമുക്ക് എന്താണ് ഒരു ഹിസ്സിങ് സൗണ്ട്, അതായത് ഒരു സൗണ്ട് കേൾക്കാം ടെസ്റ്റ് ട്യൂബിൽ നിന്ന്. അതുപോലെ ഒരു ബബിൾസ് ഉണ്ടാകുന്നതാണ് ടെസ്റ്റ് ട്യൂബിൽ. ആ ബബിൾസ് എന്ന് പറഞ്ഞാൽ അതൊരു ഗ്യാസാണ് പുറത്തേക്ക് വരുന്നത്. ദ ചേഞ്ച് ഇൻ ദ ടെസ്റ്റ് ട്യൂബ് ഈസ് ആസ് ഫോളോസ്. ഓക്കെ, ക്യാൻ യു സീ ദിസ്? വിനെഗർ എന്ന് പറയുന്നത് എന്താണ്, ഏത് ആസിഡാണ്? അസറ്റിക് ആസിഡ്. അസറ്റിക് ആസിഡ് പ്ലസ് ബേക്കിംഗ് സോഡ. ബേക്കിംഗ് സോഡ എന്ന് പറയുന്നത് സോഡിയം ഹൈഡ്രജൻ കാർബണേറ്റ്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് കാർബൺ ഡയോക്സൈഡ് പ്ലസ് അതർ സബ്സ്റ്റൻസ്. ഓക്കെ. Next is reaction between carbon dioxide and water. And carbon dioxide plus lime water. നിങ്ങൾ കാർബൺ ഡയോക്സൈഡ് ലൈം വാട്ടർ, അതായത് ചുണ്ണാമ്പ് വെള്ളത്തിലൂടെ കടത്തി വിട്ടാൽ അവിടെ എന്ത് കെമിക്കൽ റിയാക്ഷനാണ് നടക്കുന്നത്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് ലൈം വാട്ടർ. ലൈം വാട്ടർ ഈസ് റെപ്രസെൻറ്റഡ് ബൈ ദ കെമിക്കൽ ഫോർമുല ദാറ്റ് ഈസ് CaOH2. Okay, we get carbon dioxide plus lime water, we get calcium carbonate plus water. അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് കാൽസ്യം കാർബണേറ്റും വാട്ടറും. അതായത് കാർബൺ ഡയോക്സൈഡും വാട്ടറും കൂടെ, അല്ല ലൈം വാട്ടറും കൂടെ, കാർബൺ ഡയോക്സൈഡ് പിന്നെ ലൈം വാട്ടറിലൂടെ പാസ് ചെയ്താൽ അവിടെ ഉണ്ടാകുന്ന പ്രോഡക്റ്റാണ് കാൽസ്യം കാർബണേറ്റ് പ്ലസ് വാട്ടർ. ഓക്കെ. A change in which one or more new substance are formed is called a chemical change. അതായത് ഈ കെമിക്കൽ ചേഞ്ചിലെല്ലാം തന്നെ ഒന്നിൽ കൂടുതൽ സബ്സ്റ്റൻസ് ഉണ്ടാകുന്നതായിട്ട് നമ്മൾ കണ്ടു. ഇറ്റ് ഈസ് ഓൾസോ കോൾഡ് എ കെമിക്കൽ റിയാക്ഷൻ. അതുകൊണ്ട് ഈ കെമിക്കൽ ചേഞ്ചിനെ നമുക്ക് എന്തെന്ന് പറയാം? കെമിക്കൽ റിയാക്ഷൻ എന്നുകൂടി പറയാം. ഓക്കെ. അതായത് കെമിക്കൽ ചേഞ്ചസ് ആർ വെരി ഇമ്പോർട്ടൻറ്റ് ഇൻ അവർ ലൈഫ്സ്. അതായത് നമ്മുടെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ലൈഫിൽ കെമിക്കൽ ചേഞ്ചസിന് ഒരു ഇമ്പോർട്ടൻറ്റ് പ്ലേസ് ഉണ്ട്. അതായത് ഡൈജഷൻ ഓഫ് ഫുഡ് ഇൻ അവർ ബോഡി, നമ്മുടെ ഡൈജഷൻ ഓഫ് ഫുഡ്. അതുപോലെ തന്നെ ഡൈജഷൻ ഓഫ് ഫുഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ സ്റ്റൊമക്കിൽ ഏത് ആസിഡാണ് ഉള്ളത്? ഹൈഡ്രോക്ലോറിക് ആസിഡ് അല്ലേ. അതുപോലെ തന്നെ അതാണ് ഡൈജഷന് ഹെൽപ്പ് ചെയ്യുന്നത്. റൈപ്പനിങ് ഓഫ് ഫ്രൂട്ട്സ്,
ഫെർമെൻറ്റേഷൻ ഓഫ് ഗ്രേപ്സ് ഹാപ്പൻ ഡ്യൂ ടു സീരീസ് ഓഫ് കെമിക്കൽ ചേഞ്ച്. ഇതെല്ലാം എന്താണ്? ഒരു കെമിക്കൽ ചേഞ്ചസ് ആണ്. ഓക്കെ. എ മെഡിസിൻ ഈസ് ദ എൻഡ് പ്രോഡക്റ്റ് ഓഫ് എ ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ. അതുപോലെ മെഡിസിൻ എന്ന് പറയുന്നത് എന്താണ്? ഒരു ചെയിൻ ഓഫ് കെമിക്കൽ റിയാക്ഷൻ്റെ എൻഡ് പ്രോഡക്റ്റാണ് നമ്മളിപ്പോൾ യൂസ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം തന്നെ. അതുപോലെ തന്നെ useful new materials such as plastic, detergent are produced by chemical reaction. അതുപോലെ ഡിറ്റർജൻറ്റും പ്ലാസ്റ്റിക്കും ഇതെല്ലാം കെമിക്കൽ റിയാക്ഷൻ്റെ ഫലമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ. This much for today. You study well. We will meet in the next class. Thank you.